മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ ഒരു ചീനിക്കമ്പ് രണ്ട് തട്ടുകളായി കിഴങ്ങ് പിടിക്കത്തക്ക രീതിയിൽ, ചീനിക്കിഴങ്ങ് പിടിക്കത്തക്ക രീതിയിൽ ഒരു ചീനി ഇവിടെ നട്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. 6 മാസം കൊണ്ട് വിളവ് പൂർത്തിയാകുന്ന ചീനിയാണ്. അപ്പം അങ്ങനെ 2 ലെയറായിട്ട് അല്ലെങ്കിൽ 2 തട്ടുകളിൽ ചീനിക്കിഴങ്ങ് പിടിക്കത്തക്ക രീതിയിലുള്ള ഒരു നടിയിലാണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പം അതിന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു 3 വളമാണ് നമ്മൾ ഇടുന്നത്. ആദ്യത്തെ വളം നമ്മൾ നട്ടപ്പോൾ തന്നെ ഇട്ടു. അതിനുശേഷം രണ്ടാമത്തെ വളം, അതായത് നമ്മൾ പറയും ചീനിക്ക് വെട്ടിയടിപ്പിക്കുക, കൊത്തി അടിപ്പിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ 2 കൊത്തിയടിപ്പിലാണ് ചീനികൾക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കൊത്തിയടിപ്പിൽ കൊത്തുന്ന ആ രീതി, അപ്പോഴുള്ള വളം ചെയ്യുന്ന രീതികളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഒറ്റയ്ക്ക് നിന്ന് കൃഷി ചെയ്യാൻ പറ്റുന്ന അറിവുകളാണ് നമ്മൾ ഇലഞ്ഞൂർ ബ്ലോഗിലോട്ട് കാണിക്കുന്നത്. അതായത് മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ നമ്മൾക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് നമ്മുടെ ഉള്ള പുരയിടത്തിൽ, അതല്ലെങ്കിൽ ഗ്രോ ബാഗിലും ചാക്കിലും ഡ്രമ്മിലും ചെടിച്ചട്ടിലും ഒക്കെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട്, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ആ ശേഖരിക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിക്കാനും നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾക്ക് പൂർണ്ണമായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. അപ്പം നമുക്ക് എന്താണ് ചീനിക്ക് വളം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിന് കൊത്തിയടിപ്പിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഇടുന്നത് ഇത് കുമ്മായപ്പൊടിയാണ്. കുമ്മായപ്പൊടി, ഒറ്റക്കൈ കുമ്മായപ്പൊടി ആണ് നമ്മൾ എടുക്കുന്നത്. ഒറ്റക്കൈ കുമ്മായപ്പൊടി ചീനിയുടെ ദൂരെയായിട്ട് അല്പം അകലെയായിട്ട് നമ്മൾ ചേറി കൊടുത്തു. ഇനിയും അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചാരമാണ്. ചാരമാണ്. വെണ്ണീർ എന്നൊക്കെ ചില ഭാഗങ്ങളിൽ പറയും. ചാരം ചീനിക്ക് വളരെയധികം അത്യാവശ്യമാണ്. നല്ല സ്വാദ് കിട്ടുന്നതിനും ചീനിയുടെ കിഴങ്ങ് ദൃഢതയുള്ളതാവുന്നതിനും അതുപോലെ തന്നെ പെട്ടെന്ന് വിളഞ്ഞ് കിട്ടുന്നതിനൊക്കെ ചാരം അത്യാവശ്യമാണ്. ചാരം ഇട്ട് കൊടുത്തു. വട്ടമാണ് ചേരി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇടുന്നത് വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്. കടലപ്പിണ്ണാക്ക് അല്പം അടുത്ത്, ചീനിയുടെ ഒരുപാട് ദൂരെ ഇടരുത്, അല്പം അടുത്ത് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ഇടാൻ പോകുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് കൊത്തിയടിപ്പിക്കണം. നല്ല വേരോട്ടം ദൃഢമാകുന്നതിനും അതുപോലെ തന്നെ ഈ വളം മണ്ണിൽ ലയിക്കുന്നതിനും ഒക്കെയാണ് നമ്മൾ കൊത്തിയടിപ്പിക്കുന്നത്. ഇങ്ങനെ കൊത്തിയടിപ്പിക്കണം. നമ്മുടെ നടി വെട്ടി അടുപ്പിച്ച് കഴിഞ്ഞു. ഇനിയും ഈ ചീനിക്ക് ഒരു വളവും കൂടെ നമ്മൾ ചെയ്യണം. ഒരു വളം കൂടെ ചെയ്യുമ്പോൾ 6 മാസം ആവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിളവ് പൂർത്തിയാവും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വളം ചെയ്യുന്നതും വിളവെടുക്കുന്നതും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ വളം എന്താണ് ചെയ്യുന്നത് എന്ന് പലരും ചോദിച്ചിരുന്നു. നമ്മൾ രണ്ടാമത്തെ വളം ചെയ്തത് വേപ്പിൻ പിണ്ണാക്കിട്ടില്ല, പകരം കടലപ്പിണ്ണാക്കിട്ടു. അത് കഴിഞ്ഞിട്ട് എല്ലുപൊടി ഇട്ടു, ചാരമിട്ടു, പിന്നെ ഒരു പിടി കുമ്മായപ്പൊടി വിതറിക്കൊടുത്തു. ഇത്രയാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ചുറ്റും നിങ്ങൾ കാണുന്നുണ്ട് മഞ്ഞളും ഇഞ്ചിയൊക്കെ ഇതിൻ്റെ ചുറ്റും നട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ഉള്ള ഒരു സംശയം ഉണ്ടാവും. ഇപ്പോൾ 2 കാര്യങ്ങളാണ്. ചീനിയിൽ ഏറ്റവും കൂടുതൽ എലികൾ വന്ന് ചീനി ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചീനി എലി ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞളും അതുപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ നമ്മളിതിൻ്റെ ചുറ്റും വച്ച് പിടിപ്പിക്കുന്നത്. തന്നെയല്ല, ചീനി ഉൾപ്പെടെയുള്ള എല്ലാ കൃഷികൾക്കും രോഗകീടബാധകൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ അവ ഇല്ലാതാക്കാൻ ഒരു പരിധി വരെയൊക്കെ മഞ്ഞളും ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ സാധിക്കും എന്നുള്ള അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ്.
തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മളോട് സഹകരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി ഒരിക്കൽ കൂടെ പ്രവേശിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.